കുടുംബത്തിന്റെ സാമ്പത്തിക ബാധ്യതയുമായി ബന്ധപ്പെട്ട് അഫാനും അദ്ദേഹത്തിന്റെ പിതാവായിട്ടുള്ള അബ്ദുൾ റഹീമും നൽകിയിരിക്കുന്ന മൊഴികൾ അത് രണ്ടും തമ്മിൽ ഒരുപാട് അന്തരമുണ്ട്. ആ മൊഴികളിലെ വൈരുദ്ധ്യങ്ങളെ കൂടെ അടിസ്ഥാനമാക്കിക്കൊണ്ടായിരിക്കും പോലീസ് അന്വേഷണവും ചോദ്യം ചെയ്യൽ നടപടികളൊക്കെ തുടരുക എന്ന് തന്നെയാണ് ആ വിവരം. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാനെ 2 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടതിന് പിന്നാലെ അഫാനെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. പാങ്ങോട് പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. അമ്മുമ്മ സൽമ ബീവിയെ കൊലപ്പെടുത്തിയ കേസിലാണ് അഫാനെ നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയത്. ഈ മാസം 8 വരെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്ന പോലീസിന്റെ ആവശ്യം കോടതി അംഗീകരിക്കുകയായിരുന്നു. തുടർന്ന് അഫാനെ കൂടുതൽ ചോദ്യം ചെയ്യലായി പാങ്ങോട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ഇന്ന് വൈകുന്നേരം വരെ ചോദ്യം ചെയ്യൽ തുടരുമെന്നും നാളെ തെളിവെടുപ്പ് നടത്തുമെന്നുമാണ് വിവരം. കുടുംബത്തിന്റെ സാമ്പത്തിക ബാധ്യതയുമായി ബന്ധപ്പെട്ട് അഫാനും പിതാവ് അബ്ദുൾ റഹീം നൽകിയിരിക്കുന്ന മൊഴികളിലെ വൈരുദ്ധ്യമാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരെ കുഴയ്ക്കുന്നത്. അഫാൻ പറഞ്ഞതനുസരിച്ച് കുടുംബത്തിന് നാട്ടിൽ 65 ലക്ഷം രൂപയുടെ ബാധ്യതയുണ്ട്. എന്നാൽ കുടുംബത്തിന് നാട്ടിൽ സാമ്പത്തിക ബാധ്യത ഉണ്ടെന്ന വിവരം അറിയില്ലെന്നും തനിക്ക് വിദേശത്ത് 15 ലക്ഷം രൂപയുടെ ബാധ്യത മാത്രമേ ഉള്ളൂ എന്നുമാണ് പിതാവ് മൊഴി നൽകിയത്. മൊഴികളിലെ ഈ പൊരുത്തക്കേട് അവസാനിപ്പിക്കുക എന്നതാണ് പോലീസിന് മുന്നിലുള്ള ആദ്യത്തെ വെല്ലുവിളി. ഇതിന് പരിഹാരം കണ്ടെത്താനായി അഫാനെയും റഹീമിനെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യാനും സാധ്യതയുണ്ട്. ഷെമിയെ കൂട്ടക്കൊലപാതകം അറിയിച്ചതായാണ് സൂചന. ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ റിപ്പോർട്ടുകൾ മലയാളി വാർത്തയുടെ പ്രതിനിധി മേഘ പങ്കുവയ്ക്കുകയാണ്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിൽ പ്രതി അഫാനെ 2 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. അമ്മുമ്മ സൽമ ബീവിയെ കൊലപ്പെടുത്തിയിട്ടുള്ള കേസിലാണ് അഫാനെ നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം പോലീസിന് കൈമാറിയിരിക്കുന്നത്. ഈ മാസം 8 വരെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്ന പോലീസിന്റെ ആവശ്യം കോടതി അംഗീകരിച്ചുകൊണ്ടാണ് നടപടിയെടുത്തിരിക്കുന്നത്. ഈ മാസം 8 വരെ എന്ന് പറയുമ്പോൾ കൃത്യം 2 ദിവസമാണ് ഈ അഫാനെ ചോദ്യം ചെയ്യാനും കസ്റ്റഡിയിൽ വെക്കാനും പോലീസിന് ഇപ്പോൾ അവകാശം കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നോ നാളെയോ അഫാൻ ചെയ്ത കുറ്റകൃത്യങ്ങളുടെ കൂടുതൽ വിവരങ്ങൾ എന്തായാലും പുറത്തുവരും എന്ന് തന്നെയാണ് സൂചന. ഇതിന്റെ ഭാഗമായിട്ട് മണിക്കൂറുകളോളം ഇപ്പോൾ പോലീസ് സ്റ്റേഷനുള്ളിൽ ഈ അഫാനെ ചോദ്യം ചെയ്യൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഇന്ന് അല്ലെങ്കിൽ നാളെ എന്ന രീതിയിൽ തന്നെയാണ് ആ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. എന്തായാലും എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ചുള്ള ശക്തമായ അന്വേഷണം തന്നെ പോലീസ് തുടരുന്നുണ്ട് എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. അഫാനെ കൂടുതൽ ചോദ്യം ചെയ്യാനായി പാങ്ങോട് പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്. വൈകുന്നേരം വരെ ചോദ്യം ചെയ്യൽ തുടരുമെന്നതാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. തെളിവെടുപ്പ് ഇന്ന് അല്ലെങ്കിൽ നാളെ എന്ന് തന്നെയായിരുന്നു രാവിലെ മുതൽ പുറത്തു വന്നിട്ടുള്ള വിവരം. കൂടുതൽ വിവരങ്ങൾ ഉടൻ തന്നെ പുറത്തു വരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. കുടുംബത്തിന്റെ സാമ്പത്തിക ബാധ്യതയുമായി ബന്ധപ്പെട്ട് അഫാനും അദ്ദേഹത്തിന്റെ പിതാവായിട്ടുള്ള അബ്ദുൾ റഹീമും നൽകിയിരിക്കുന്ന മൊഴികൾ അത് രണ്ടും തമ്മിൽ ഒരുപാട് അന്തരമുണ്ട്. ആ മൊഴികളിലെ വൈരുദ്ധ്യങ്ങളെ കൂടെ അടിസ്ഥാനമാക്കിക്കൊണ്ടായിരിക്കും പോലീസ് അന്വേഷണവും ചോദ്യം ചെയ്യൽ നടപടികളൊക്കെ തുടരുക എന്ന് തന്നെയാണ് ആ വിവരം. അതേപോലെ തന്നെ അഫാൻ പറഞ്ഞതനുസരിച്ച് കുടുംബത്തിന് നാട്ടിൽ 65 ലക്ഷം രൂപയുടെ ബാധ്യതയുണ്ട് എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ കുടുംബത്തിന് നാട്ടിൽ സാമ്പത്തിക ബാധ്യതകളുണ്ട് എന്ന വിവരം താൻ അറിഞ്ഞില്ല എന്നും തനിക്ക് വിദേശത്ത് 15 ലക്ഷം രൂപയുടെ ബാധ്യത മാത്രമേ ഉള്ളൂ എന്നുമാണ് പിതാവ് മൊഴി നൽകിയിരിക്കുന്നത്. മൊഴികളിലെ ഈ പൊരുത്തക്കേട് അവസാനിപ്പിക്കുക എന്ന് തന്നെയാണ് പോലീസിന്റെ വെല്ലുവിളിയും പോലീസ് അടിസ്ഥാനമാക്കി വെക്കുന്ന പ്രധാന കാര്യവും. ഇതിന് പരിഹാരം കണ്ടെത്താനായി അഫാനെയും റഹീമിനെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യാൻ വരെ സാധ്യതയുണ്ട് എന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. അതേസമയം മറുവശത്ത് അഫാനും അഫാന്റെ പിതാവും അതേപോലെ തന്നെ അഫാന്റെ അമ്മ ഷെമിയുടെയും മൊഴി വളരെ പ്രധാനപ്പെട്ടതാണ്. ഷെമിയുടെ മൊഴിയാണ് പ്രധാനമായും നിർണായകമാകുന്നത്. കാരണം അഫാൻ ആക്രമിച്ച കൂട്ടത്തിൽ ഒന്നാമത്തെ ആളെന്ന് പറയുന്നത് അഫാന്റെ മാതാവായിട്ടുള്ള ഷെമി തന്നെയാണ്. പക്ഷേ അമ്മ നൽകിയിരിക്കുന്ന മൊഴി നിലവിൽ മകനെ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ എന്തോ മറച്ചു വെക്കാൻ തോന്നുന്നു എന്ന തരത്തിൽ തന്നെയുള്ള മൊഴികളാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ അമ്മയുടെ മൊഴി വ്യക്തമാകാൻ വേണ്ടി അല്ലെങ്കിൽ അതിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകാൻ വേണ്ടി ഇപ്പോൾ അമ്മ ഷെമിയെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവതരിപ്പിച്ചിട്ടുണ്ട് എന്ന വിവരങ്ങളാണ് ആശുപത്രിയിൽ നിന്നും പുറത്തുവരുന്നത്. ആരോഗ്യസ്ഥിതിയിൽ മെച്ചപ്പെട്ട കാഴ്ച തന്നെയാണ് ഇപ്പോൾ ഷെമിയുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത്. ഷെമിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഷെമിയോട് കൂടുതൽ കാര്യങ്ങൾ വിവരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് ആശുപത്രിയിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. ഷെമി നിലവിൽ നൽകിയിട്ടുള്ള മൊഴി
താൻ കട്ടിലിൽ നിന്ന് വീണു എന്ന രീതിയിലാണ്. പക്ഷേ ആ അമ്മയ്ക്ക് കൃത്യമായിട്ട് അറിയാം തന്നെ ആക്രമിച്ചത് തൻ്റെ മകനാണ് എന്ന്. അതുകൊണ്ട് തന്നെ മകനെ രക്ഷപ്പെടുത്താനാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശം ഇതിന് പിന്നിലുണ്ടോ എന്നതടക്കം ആണ് പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. ഇപ്പോൾ തെളിവെടുപ്പിന് വേണ്ടി അഫാന്റെ പിതാവിൻ്റെ ഉമ്മയുടെ വീട്ടിലെത്തുമ്പോൾ പോലീസിന് ആ തെളിവെടുപ്പ് നടപടിക്രമങ്ങൾ കൃത്യമായി നടത്താൻ വേണ്ടി അഫാന്റെ മാതാവിനെ വിവരങ്ങളൊക്കെ അറിയിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നതാണ് വിവരം. മാതാവ് തിരിച്ചെന്ത് പറഞ്ഞു എന്നത് മാത്രം അറിയില്ല. എന്തായാലും ഷെമിയിൽ നിന്നുള്ള കൂടുതൽ പ്രതികരണങ്ങൾ ലഭ്യമാകുന്നതോടെ ഈ കേസ് ഒരു നിർണായക വഴിത്തിരിവിലേക്ക് എത്തും എന്ന് തന്നെയാണ് പോലീസിന്റെ പ്രതീക്ഷ. ഇതിന്റെ ഭാഗമായിട്ട് ഈ 2 ദിവസം കൊണ്ട് കാര്യങ്ങൾ കൂടുതൽ പെട്ടെന്ന് തന്നെ നടപടികളിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. ഇപ്പോഴും അഫാനെ പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. മണിക്കൂറുകളോളം ചോദ്യം ചെയ്യുന്നുണ്ട്. വൈകുന്നേരം വരെയെങ്കിലും ഈ ചോദ്യം ചെയ്യൽ നീളുമെന്നാണ് ഇപ്പോൾ ഇവിടെ നിന്ന് ലഭ്യമാകുന്ന സൂചന.